നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെയും വേൾഡ് ഹൗസ് ഡെവലപ്മെൻറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ കർഷക സെമിനാർ സംഘടിപ്പിച്ചു. ബാങ്ക് മുതിർന്ന ബോർഡ് മെമ്പർ മോഹനൻപിള്ള അധ്യക്ഷത വഹിച്ചു. ബോർഡ് മെമ്പർ സെയ്ഫുദ്ദീൻ സ്വാഗതം പറയുകയും സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബി രാജീവ് സെമിനാർ ഉദ്ഘാടനവും നിർവഹിച്ചു. ICM തിരുവനന്തപുരം മേഖലയുടെ ഫാക്കൽറ്റി ഡോക്ടർ രശ്മി, റിട്ടയേർഡ് കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ശിവകുമാർ തുടങ്ങിയവർ കർഷകർ നേരിടുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ചും ഏതൊക്കെ വളങ്ങൾ ഏതൊക്കെ സമയത്താണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും വിശദമായ ക്ലാസ് നടത്തി. നമ്മൾ കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് പോകേണ്ടത്. ഞങ്ങൾ സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കർഷകർക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ സർവീസ് സഹകരണ ബാങ്കുകൾ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്നും പ്രവർത്തിക്കുന്നതും ഏറ്റവും പ്രധാനമായും ഈ നാട്ടിലെ കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ വിള സംരക്ഷിക്കുന്നതിന്, അവരുടെ വിളയിൽ നിന്ന് വരുന്ന ആദായങ്ങൾ സംരക്ഷിക്കുന്നതിന്, അവർക്ക് ആവശ്യമായ വായ്പകൾ നൽകുന്നതിന്, അവരുടെ വിള സംരക്ഷിക്കുന്നതിനും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ചുമതല. അങ്ങനെയുള്ളപ്പോൾ ഈ നാട്ടിൻ്റെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ് ഈ നാടിൻ്റെ കർഷകരോടൊപ്പം നിൽക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മികച്ച നിലയിലുള്ള ക്ലാസ്സുകൾ കിട്ടുന്ന ഒരു സെമിനാർ ലഭിക്കാൻ അവസരം ലഭിച്ചപ്പോൾ അതിനുവേണ്ടി സർവീസ് സഹകരണ ബാങ്ക് മുൻകൈയെടുത്തത്. ക്ഷണിക്കപ്പെട്ട 50 കർഷകരെയാണ് ഇതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അനുമതിയുള്ളത്. കൂടുതൽ കർഷകരെ ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ICM ഇതിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്ന സമയത്ത് നമുക്ക് 50 പേരെ മാത്രമേ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. ഇപ്പോൾ 50 പേര് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ കർഷകരെ, ഈ നാട്ടിൻ്റെ കർഷകരെ, ഇപ്പോൾ ക്ഷണിക്കപ്പെട്ട കർഷകർ യഥാർത്ഥ കർഷകരായിട്ടുള്ളവരും ബാങ്കുമായി സഹകരിക്കുന്നവരും ബാങ്കിൻ്റെ വായ്പകളും അല്ലെങ്കിൽ ബാങ്കിൻ്റെ വളം ഡിപ്പോയുടെ പ്രവർത്തനങ്ങളും സ്കൂൾ മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങളും ലാബിൻ്റെ പ്രവർത്തനങ്ങളും ആംബുലൻസിൻ്റെ പ്രവർത്തനങ്ങളും ATMൻ്റെ പ്രവർത്തനങ്ങളും അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന ഈ ബാങ്കിൻ്റെ ഉന്നമനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കർഷകരെയാണ് ഇവിടത്തേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. എല്ലാവരും ഒന്നിനൊന്നും മികച്ച കർഷകരാണ്. 2 വാക്കുകൾ വന്നു, ICM-ഉം WDR. അതിൽ ഫസ്റ്റ് വൺ ICM, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ്, NCCT-യുടെ കീഴിൽ പ്രവർത്തിക്കുന്ന, അതായത് നാഷണൽ കോഓപ്പറേറ്റീവ് കൗൺസിൽ ഫോർ ട്രെയിനിങ്, സഹകാരികൾക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പരിശീലനം പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ICM എന്ന് പറയുന്നത്. കേരളത്തിൽ 2 ICM-കളാണുള്ളത്. ഒന്ന് തിരുവനന്തപുരം പൂജപ്പുരയിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. ICM ഫാക്കൽറ്റിയാണ്. എൻ്റെ പേര് ഡോക്ടർ രശ്മി. വേറെ രണ്ടാമത്തേത് പ്രവർത്തിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. മൊത്തം 7 ICM-കളാണ് ഇന്ത്യയിൽ ഒട്ടാകെയുള്ളത്. അതിൽ 2 എണ്ണം നമ്മുടെ കേരളത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത് നിങ്ങൾ കേട്ട വാക്ക് WDRA, അതായത് വെയർഹൗസ് ഡെവലപ്മെന്റ് റെഗുലേറ്ററി അതോറിറ്റി. ഈ പറയുന്ന വെയർഹൗസ് ഡെവലപ്മെന്റ് റെഗുലേറ്ററി അതോറിറ്റിയാണ് നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ അറിയേണ്ടത് നമ്മുടെ പ്രോഗ്രാം എന്താണെന്നും അത് ആരാണ് സ്പോൺസർ ചെയ്യേണ്ടതും എന്നുമാണ്. ICM ഉപയോഗപ്പെടുത്തുന്ന ഫണ്ട് ഞങ്ങൾക്ക് തരുന്നത് WDRA ആണ്. അതുകൊണ്ടാണ് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 50 പേർക്ക് വേണ്ടി മാത്രമാണ്, ഒരു പ്രോഗ്രാമിനകത്ത് 50 പേരെ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ICM-ഉം WDRA-യും ചേർന്ന് നടത്തുന്ന ഒരു ദിവസത്തെ ബോധവൽക്കരണ ക്ലാസ് ആണ്. ബോധവൽക്കരണ മീൻസ് നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് അല്പം ജ്ഞാനമുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ ആധികാരികമായി നമ്മളിലേക്ക് വിവരം എത്തിക്കുക എന്നതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ചെടിയായിട്ട് പറഞ്ഞത് ചെടിയുടെ അംശം ശരിക്കും വേണം. അപ്പൊ നമ്മുടെ നല്ല ഒരു മണ്ണെന്ന് പറഞ്ഞാൽ നേര് പകുതി 45% മിനറൽസും 5% ജൈവാംശവും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഗൾഫിലും അല്ലെങ്കിൽ കടപ്പുറത്തും ഒന്നും നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ എന്താണ് വേണ്ടത്? അതിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ജൈവാംശം ഉണ്ടാവണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ജൈവവളങ്ങൾ നല്ല രീതിയിൽ ചേർക്കണം. ജൈവവളങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ അവിടെയാണ് നമ്മൾ കഴിയുന്ന ജൈവവളം 5% വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ജൈവവളം നമ്മൾ
മണ്ണിൽ ചേർത്തെങ്കിൽ മാത്രമേ ആ മണ്ണിൽ ഇപ്പം വളരെ മണൽ കൂടിയ ഒരു പ്രദേശത്ത് നമ്മൾ ആ മണ്ണ് 5% ജൈവാംശം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ജൈവവളങ്ങൾ നമ്മുടെ അവിടെ കൊടുക്കേണ്ടി വരും. അപ്പൊ അത് എന്ത് ജൈവവളം കൊടുക്കാൻ പറ്റും? നിങ്ങൾ ആലോചിച്ചിട്ട് ജൈവവളം നല്ല വിലയില്ലേ? അപ്പൊ അവിടെയാണ് നമ്മൾ കഴിയുന്ന ബൾക്കിയായിട്ടുള്ള ജൈവവളങ്ങളായിരിക്കണം കൊടുക്കേണ്ടത്. ബൾക്കി എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ ക്വാണ്ടിറ്റി കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ അതിനാണ് നമ്മുടെ ചവറുകളില്ലേ, നമ്മുടെ ഇലവർഗത്തിലുള്ള നമ്മുടെ ഗ്രീൻ മഞ്ഞൂറ് അല്ലെങ്കിൽ നമ്മുടെ ഈ പല വൃക്ഷങ്ങളുടെ ഇലകൾ, ഇതെല്ലാം പരമാവധി നമ്മുടെ മണ്ണിൽ ചേർക്കാനുള്ള സംവിധാനം ചെയ്യുക. ചാണകം പരമാവധി ഉപയോഗിക്കുക. പലതരത്തിലുള്ള കമ്പോസ്റ്റുകൾ പരമാവധി ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ ഇതിന്റെ സ്ലറി, പലതരത്തിലുള്ള സ്ലറികൾ ഉപയോഗിക്കുക. അങ്ങനെ മണ്ണ് നല്ല രീതിയിൽ സമ്പുഷ്ടീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ മാത്രമേ നമ്മുടെ മണ്ണിൽ 5% ജൈവാംശം ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിങ്ങളുടെ കുറച്ചുകൂടെ ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് അല്ലേ? ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.